നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബുലൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ വീഡിയോസും മുടങ്ങാതെ കിട്ടാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മുടെ കുറിച്ച് അറിയാൻ, എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന്, ഷിപ്പിംഗ് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ബാക്കി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പറുകളിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യില്ല, അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാനൽ കട്ട് കുർത്തി, ഹക്കോബയിൽ ചെയ്തതാണ് ഞാനല്ല, നമ്മുടെ ടീം. ഇത് അപ്പോൾ നമുക്ക് ഇതിൽ എത്രത്തോളം പാനൽസ് വേണം, ഇതിലെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണാമായിരിക്കും. ഇതിൽ എത്രത്തോളം കട്ടിങ് വേണം അത്രത്തോളം കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 1000 ഓൺവേർഡ്സ് ആണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത്. ഇതിപ്പോൾ ഈ മെറ്റീരിയൽ നിലവിൽ സ്റ്റോക്കില്ല. നമ്മൾ ഏത് മെറ്റീരിയലിലും പൊതുവേ നമുക്ക് ഹക്കോബയിലൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. ജോർജറ്റ് ടൈപ്പിലും ചെയ്യാം, അതിലെല്ലാം ചെയ്യാം. ഓരോ മെറ്റീരിയൽ അനുസരിച്ചിട്ടൊക്കെയാണ് റേറ്റ് വരിക. ഇതിലിപ്പോൾ 16 പീസസ് ഉണ്ട്, 16 or 17 പീസസ് ഉണ്ട് പാനൽ കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ക്യാമറാമാൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ബോട്ടം മെറ്റീരിയൽസ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ, മെല്ലെ സ്ലോയിൽ. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയി വീഡിയോയ്ക്കൊക്കെ റെഡിയായി നിൽക്കുന്ന നേരം കൊണ്ട് ക്യാമറാമാൻ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും കാണിച്ചു തരും. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോപ്ലിൻ മെറ്റീരിയലാണ്. നമ്മൾ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. 36 ഇഞ്ചാണ് അതിന് വിഡ്ത്ത്. 100 rupees per മീറ്റർ, 100 രൂപ മീറ്ററിന്. അപ്പോൾ കളേഴ്സ്, ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ മതി. എത്ര മീറ്റർ ആണെന്ന് ഒപ്പം പറയുക. ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഞാൻ റെഡി. ക്യാമറമാൻ ഇങ്ങോട്ട് വന്നാലും. ഇനി ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മളെ ഹാൻഡ്ലൂം കോട്ടൺ, സൗത്ത് കോട്ടൺ കാറ്റഗറിയിൽപ്പെട്ട പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ ഈ പ്യുവർ കോട്ടൺ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കളർ ലീക്കിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഫാബ്രിക് ഞങ്ങൾ വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ ഈ ഫാബ്രിക് വാങ്ങുന്നവർ എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യണം, കമ്പൽസറി. അത് ഞാൻ ഇവിടെ നമ്മുടെ തൊണ്ടി മുതൽ, ഇതൊക്കെയാണ് തൊണ്ടി മുതലുകൾ. ഇത് വിലപ്പെട്ട രേഖകളാണേ, അതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്. ഈ സാധനം ഇത് നമ്മൾ കളർ ഗാർഡ് ഇല്ലാതെ അത്യാവശ്യം ശക്തിയായി ഉരച്ച് കഴുകിയെടുത്ത പീസാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മൾ ദേഷ്യമുള്ള സമയത്തൊക്കെ തുണി അലക്കി കഴിഞ്ഞാൽ എൻ്റെ തീരുമാനമാവില്ല. അതുപോലെ ഇത് കണ്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കുക നിങ്ങൾ, ഇത് കളർ ഗാർഡ് ഇല്ലാതെ ജസ്റ്റ് വെറുതെ വെള്ളത്തിലിട്ട് പിളകിയതല്ല കേട്ടോ. എന്നാലും നോക്കൂ, ഇത്രയും കളർ ലീക്കിംഗ് ഉണ്ട്, ഈ പ്രിൻറ്റ് മാഞ്ഞു പോകും. ഇത് പിന്നെ ഈ അറ്റത്തോട്ട് കണ്ട്, ഇതിലേക്ക് ജസ്റ്റ് അത്ര വന്നിട്ടില്ല. ഈ നടുഭാഗത്ത് കണ്ട് ഇവിടെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ പ്രിൻറ്റ് ബ്ലൂ പ്രിൻ്റാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇതിനി മാറ്റട്ടെ. ഇതിനി കണ്ടോ, ഇത് കളർ ഗാർഡിൽ ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്തതാണ്. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് ഞങ്ങൾ പറ്റുന്ന വിധത്തിലൊക്കെ ഉരച്ച് നോക്കിയിട്ടുണ്ട്, ഇതിന് കുഴപ്പമില്ല. ഇത് കണ്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് കളർ ഗാർഡ് ഇല്ലാതെ ഇത് വെറുതെ അങ്ങനെ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടിട്ടാൽ പണി കിട്ടും. പക്ഷെ നമ്മൾ കംഫർട്ട് ലെവലിൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യുക. കളർ ഗാർഡ് നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും വാങ്ങാം. ഒരു 120, 110, 120 റേഞ്ചിലുള്ളതാണ് നമ്മുടെ അടുത്തുള്ളത്. കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണണം. അതിലാ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യണേ, എന്നാലേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു. ഹാൻഡ്ലൂം കോട്ടൺ, 44 ഇഞ്ച് വിഡ്ത്ത്, 150 rupees per മീറ്റർ, 150 രൂപ. ഇങ്ങനെ വരും. പ്യുവർ നല്ല കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ നമുക്ക് കുർത്തി ചെയ്യാനൊക്കെ ആണെങ്കിലും കോട്ടൺ ലവേഴ്സിന് സമ്മറിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ലീക്കിംഗ് എന്നുള്ള ഈ സംഭവം അറിഞ്ഞ് തന്നെ വാങ്ങണേ. അപ്പോൾ അതങ്ങനെ ഇതങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക, അയയ്ക്കുക. ഇനി അതിലടുത്ത ഒരു സുന്ദരി കളർ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇപ്പോൾ ഇതിലാണെങ്കിൽ കണ്ടില്ലേ, ഒരു ബ്ലൂ പ്രിൻറ്റ് വന്നു, ഇതിലൊരു ഗ്രീൻ പ്രിൻറ്റ് വന്നു. ഇതിനാണ് മെയിനായിട്ട് അതൊരു അഡീഷണൽ ഒരു പെയിൻറ്റിങ് പോലെ കൊടുത്തേക്കുന്നത്, അതാണ് മെയിനായിട്ട് പോകുന്നത്. ബാക്കി നമ്മൾ ഏത് കോട്ടനുള്ള അതേ ഒരു റിസ്ക്. ഇത് നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്ത ഒരു ഫാബ്രിക്കാണ്. കളർ ഗാർഡ് ഉപയോഗിച്ച് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ പ്യുവർ കോട്ടൺ വീട്ടിലൊരു കളർ ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ ഫാബ്രിക്സിന് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. അത് ഇങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെ 44 ഇഞ്ച് വിഡ്ത്ത്, 150, 150 രൂപ, 44 ഇഞ്ച് വീതി. ഹാൻഡ്ലൂം കോട്ടൺ ഇങ്ങനെ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇത് കോട്ടൻ്റെ തന്നെ വേറൊരു മലായി കോട്ടൺ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പ്ലെയിൻ കോട്ടൺ ആണ്, മലായി കോട്ടൺ എന്നാണ് ഇതിൻ്റെ പേര്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. 44 ഇഞ്ച് വിഡ്ത്ത്, റേറ്റ് ഉണ്ട്. പ്ലെയിൻ ടോപ്പൊക്കെ നമ്മൾ കോട്ടൺ സ്ലബും അല്ല പോപ്ലിനും അല്ലാതെ പ്ലെയിൻ ടോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചോയ്സാണിത്. ഇങ്ങനെ വരും. ഇതാണ് എൻ്റെ തിക്നെസ് വരിക. ഇത്
ഒരു സോഫ്റ്റ് കോട്ടൺ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്. ഇങ്ങനെ വരും. നല്ല 240 റുപ്പീസ്, 240 രൂപ. മലായ് കോട്ടൺ 44 ഇഞ്ച് വിഡ്ത്ത് ഇത്. അപ്പം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ കാണിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് ടോപ്പ്, പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് ഇത് ബോട്ടം. ഇത് ബോട്ടത്തിനായിട്ട് വാങ്ങണ്ട, ബോട്ടത്തിന് നമുക്ക് പോപ്ലെയിൻ മെറ്റീരിയൽ 100 റുപ്പീസിൻ്റെ ഉണ്ടല്ലോ, അത് മതി. ഇത് പ്രിൻറ്റഡ് ബോട്ടം, ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഇത് പ്രിൻറ്റഡ് ബോട്ടം ചെയ്യാം. എന്നിട്ട് യോക്കിനൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് നമ്മളെ ക്യാമ്പ്രിക്ക് 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. ഈ ഓരോ മെറ്റീരിയലിൻ്റെയും ഒരു വിവരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ പേര് പറഞ്ഞു ഇങ്ങനെ വീഡിയോസ് കിട്ടുന്നില്ല. ശരിക്കും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ നോട്ടിഫിക്കേഷൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ. അല്ലെങ്കിൽ സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ അപ്പോൾ പുതിയ വീഡിയോസ് അത് അന്നാണ് വരിക. ഇനി അടുത്തത് കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ക്യാമ്പ്രിക്കും മലായ് കോട്ടണും ഇതിൽ 2 കളേഴ്സാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത് മാത്രം ഇനി വേണമെങ്കിൽ ഇങ്ങനെ 44 ഇഞ്ച് എടുത്ത് 140, മലായ് കോട്ടൺ 240 ഉണ്ട് റേറ്റ്, അതങ്ങനെ. ഇനി അതിൽ തന്നെ മലായ് കോട്ടണിൽ അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനെ, നമ്മളൊരു സോഫ്റ്റ് ഡെനിമിൻ്റെ ഒക്കെ ഒരു പോലെ ഫീൽ തരുന്നൊരു മെറ്റീരിയൽ, ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരും, 240 റുപ്പീസ്. ഇനി അതിൻ്റെ കൂടെയും വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്നൊരു കൺസെപ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം ഇങ്ങനെ. ഇനി അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ വേറൊരു ഇത് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ. ഇതിൽ വരുന്ന ഈ ഒരു ബ്ലൂ, ഇത് ബ്ലൂ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട്, എങ്കിൽ കൂടി നമുക്ക് അങ്ങനെയൊക്കെ ഒരു സെറ്റാക്കി എടുക്കാം. ഇനി ഒന്നും അല്ലെങ്കിൽ ആസ് സച്ച് ഇതിന് സെയിം സിമ്പിൾ ഇത് തന്നെ പ്ലെയിൻ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുക, ഒരു പ്രിൻസസ് കട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടെ വരുമ്പോൾ ഭംഗിയുണ്ടാവും. അതങ്ങനെ. നമ്മൾ 3 പീസ് സെറ്റ് ആസ് റണ്ണിങ് മെറ്റീരിയൽ, നമ്മൾ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കൂടെ. അപ്പോൾ ടോപ്പും ബോട്ടവും നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അതിൽ ദുപ്പട്ട കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. ദുപ്പട്ട നമുക്ക് ഇങ്ങനെ വിത്ത് ബോർഡർ വരുന്ന ദുപ്പട്ടയാണ്, മൽക്കോട്ടണിൽ വരുന്നു ഇങ്ങനെ 2.25 മീറ്റർ വരുന്ന ദുപ്പട്ട, ഇങ്ങനെ ദുപ്പട്ട വരുന്നു. ഇത് സെറ്റായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പ് നിങ്ങൾക്ക് ഇനി 2.5 3 എത്ര വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ആദ്യം ടോപ്പ് കാണിച്ചു തരാം. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ടോപ്പും ബോട്ടവും. അപ്പം നോർമലി 2.5 മീറ്റർ ടോപ്പും 2 മീറ്റർ ബോട്ടവും മതിയായിരിക്കും ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഞാൻ പ്രിൻറ്റ് ശരിക്കും കാണിക്കുന്നില്ല എന്നാരോ പറഞ്ഞു. പ്രിൻറ്റ് കാണിക്കുന്നുണ്ട് ഞാൻ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കണ്ടോ. ഇതാ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ക്യാമ്പ്രിക് കോട്ടണിലാണ് വരുന്നത്. സമ്മർ ഫ്രണ്ട്ലി തന്നെയാണ്, നമുക്ക് സുഖമാണ് ഇടാൻ. എല്ലാവരും ഉപയോഗിച്ചൊരു നല്ലൊരു ഫീഡ്ബാക്ക് തന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ, ഇത് അതിൻ്റെ ഇങ്ങനെ വരുന്നു. ആ ടോപ്പിൻ്റെ ഡിസൈനാണ് ദുപ്പട്ടയുടെ എൻഡിൽ വരുന്നത്. 2.25 മീറ്റർ ദുപ്പട്ടയ്ക്ക് 270 രൂപ, 270 റുപ്പീസ് പെർ മീറ്റർ. 2 മീറ്റർ അല്ല പീസ്, 270 രൂപ. അപ്പോൾ ഫസ്റ്റ് പ്രിൻ്റ് അങ്ങനെ. ഇനി അതിലടുത്ത കളറ്, അപ്പോൾ അത് നമ്മൾ നല്ലൊരു സുന്ദരി യെല്ലോ കണ്ടു. ഇനി അടുത്തത് ഇങ്ങനെ വരും, നല്ല ഒരു ഐസ് ബ്ലൂ അല്ലേ, നല്ല സുന്ദരി ബ്ലൂ. ഇതും അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ ഇങ്ങനെ വരുന്നു. ഇതിലിങ്ങനെ ഒരു എല്ലാ മെറ്റീരിയലും ഇതിൻ്റെ ഈ ബോട്ടം മെറ്റീരിയലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഡിഫക്റ്റ് അല്ല, നമുക്ക് വന്നിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ആ ഡൈയിങ്ങിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും, ബോട്ടം ചെയ്യുന്ന മെറ്റീരിയലാണിത്. ഇതുപോലെ വന്നിട്ടുണ്ട്. അത് ഡാമേജ് ആണെന്ന് വിചാരിക്കേണ്ട, ഓൾ ഓവർ അങ്ങനെ വന്നിട്ടുണ്ട്. ഫുൾ മെറ്റീരിയലിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അതിലും ഉണ്ട്, യെല്ലോയിലും ഉണ്ട് അങ്ങനെ. ഞാനത് നോക്കിയിരുന്നത് കണ്ടോ, ഇങ്ങനെ അതാ പ്രിൻറ്റിങ്ങിൽ വരുന്ന എന്തെങ്കിലും ഇതായിരിക്കും അത് കളറ്. അപ്പോൾ നമുക്ക് അത് ബാധിക്കുന്നില്ല, അത് മൊത്തം തുണിയുടെ ഫിനിഷിങ്ങിനൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. അതിങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരും. അതിൻ്റെ ദുപ്പട്ട ഇത്, ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ദുപ്പട്ട 270 റുപ്പീസ്, 270 രൂപ. ആ ടോപ്പിൻ്റെ പ്രിൻ്റാണ് ദുപ്പട്ടയുടെ എൻഡിൽ വരിക. പക്ഷെ നമുക്ക് വീതി നീളമൊക്കെ ഉണ്ട്, 2.25 മീറ്റർ നീളവും വരുന്നുണ്ട് ഇങ്ങനെ. അടുത്തത് അവിടെ ഒരു സ്റ്റൂളുണ്ട്, എന്നും അതേ തട്ട എടുത്ത് മാറ്റി വയ്ക്കാൻ മറന്നു പോകും. അടുത്ത സെറ്റ് ഇങ്ങനെ, ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഡാർക്കർ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സെറ്റുകൾ വേണ്ടവർക്ക് 4 ഡിസൈനിൽ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. 44 ഇഞ്ച് എടുത്ത് 140, 140 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. ഇങ്ങനെ ടോപ്പ്, ഇങ്ങനെ ബോട്ടം, ഇങ്ങനെ ദുപ്പട്ട. ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 270 രൂപ തന്നെ. എല്ലാം ക്യാമ്പ്രിക്കിലാണ് വരുന്നത്.
ഇനി അതിൻ്റെ അടുത്ത കളറ് ഇതാ ഇങ്ങനെ, ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. ഇങ്ങനെ വരും. എല്ലാം 140 റുപ്പീസ് തന്നെയാണ് മീറ്റർ വരുന്നത്. ഇങ്ങനെ അജരക്കും ബ്ലോക്ക് പ്രിൻ്റൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നല്ലത്. മറ്റേ നമ്മൾ പേര് മൊഡാൽ, മസ്ലിൻ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാവുന്ന അത് നമുക്കിനി വരും കേട്ടോ. കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണിത്. ഇതിൻ്റെ ഒരു സ്പെസിമെനും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാനിവിടെ കൊണ്ടുവച്ചില്ലേ, റയോണിൻ്റെ. ഇനി അടുത്തത് ഹാൻഡ്ലൂം കോട്ടൺ കണ്ടു, കോട്ടൺ സെറ്റ് കണ്ടു. അടുത്ത് വരുന്ന റയോൺ. റയോണിൽ ഫോയിൽ പ്രിൻറ്റ്, അതും മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ്. ഫോയിൽ പ്രിൻറ്റ് മിക്സ് ടോപ്പിനും വിതൗട്ട് ഫോയിൽ വരുന്നത് ബോട്ടത്തിനും. ഈ ഒരു 6 ആഗ് ലൈൻസ് പാറ്റേണിൽ വരുന്നത് നമ്മുടെ റയോണാണ്. സുഖമുള്ള മെറ്റീരിയലാണേ. ഇതാ ഇങ്ങനെ വരും. അപ്പോൾ 160 റുപ്പീസ് ഇതിന് 150 റുപ്പീസും, 160 രൂപ. അപ്പോൾ ഇതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ അന്ന് റയോണിൻ്റെ സെറ്റ് കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, ഇതാ അത്യാവശ്യം നന്നായിട്ട് കളറിളകും. അപ്പോൾ പേടിക്കേണ്ട. ഇത് ഞങ്ങൾ 2 ദിവസമല്ല, ഒരു ഈവനിങ് തൊട്ട് പിറ്റേ ദിവസം ഈവനിങ് വരെ വെള്ളത്തിൽ കിടന്ന പീസാണിത്. ആദ്യത്തെ പ്രാവശ്യം നന്നായിട്ട് ഇളകി, 2-3 പ്രാവശ്യം നന്നായിട്ട് ഇളകി, കളർ നന്നായിട്ട് പോവും. പക്ഷേ ഇത് കണ്ടോ, അത്രയും വാഷ് ചെയ്തെടുത്ത ശേഷം ഇനി നിങ്ങൾ നോക്കൂ, അത്രമാത്രം വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സോപ്പിട്ട് കഴുകിയതാണ്. അപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല, ഇങ്ങനെ വരും. പക്ഷേ കളർ ഇളകും, പേടിക്കേണ്ട. അത് ഒരുവിധം ഫാബ്രിക്കിനൊക്കെ ആ ഒരു മേൽച്ചായം പോവും. അപ്പോൾ ഇതാണ് റയോണിലെ ഫോയിൽ പ്രിൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ഇങ്ങനെ ടോപ്പായിട്ട് ഇതിങ്ങനെ എടുക്കാം, ബോട്ടം ഇങ്ങനെ എടുക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ടയ്ക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ. മറ്റേതിൻ്റെ പോലെ ദുപ്പട്ട ഇല്ലേ, അങ്ങനത്തെ സെറ്റ് കൊണ്ടുവരാം കേട്ടോ. ഇനി അതിലിങ്ങനെ ഇങ്ങനെ 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 വരുന്നേ ഉള്ളൂ, ഓരോന്നോരോന്ന്. ഇപ്പോൾ ഇത് നമുക്കിനി റയോൺ, ഇതും റയോൺ തന്നെയാണ് കേട്ടോ. ഒരു റയോൺ സ്ലെബ് ടൈപ്പ് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് എല്ലാം 44 ഇഞ്ച് വിടുത്താണ് വരുന്നത്. ഇത് 44 ഇഞ്ച് വിടുത്ത് 160, 160 രൂപ. ഇത് 44 ഇഞ്ച് വിടുത്ത് 150, 150 രൂപ. ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. ഇത്രയും ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ലൈനിങ് കമ്പൽസറി അല്ല, എന്നാലും നമ്മുടെ ഓപ്ഷനാണ്. ഇതുണ്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിൽ ബ്ലാക്കിലാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലിട്ട് നോക്കിയിട്ടുള്ളൂ. ബ്ലൂ ഉണ്ട് അതിൻ്റെ. രണ്ടും സെയിം തന്നെ ആയിരിക്കും. കളർ ഇളകുന്ന മനസ്സിൽ കരുതിക്കോളൂ. ഇതാ ഇങ്ങനെ. അപ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് 2-3 വാഷസൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ കൊണ്ട് അങ്ങനെ ഇട്ട്, എപ്പോഴും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചുരിദാറുകൾ ജസ്റ്റ് ഒരു ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇട്ടിട്ട് വെറുതെ പെട്ടെന്ന് കഴുകിയെടുക്കുക നല്ലത്. വാഷിംഗ് മെഷീനിലിട്ട് നിങ്ങൾ റഫ് ആൻഡ് ടഫ് വാഷിംഗ് ആണെങ്കിൽ എപ്പോഴും ക്യാമ്പ്രിക് കോട്ടൺ അതൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. അത് നമുക്ക് ആദ്യത്തെ ഒരു 2-3 വാഷ് ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ പിന്നെ റഫ് അങ്ങനെ വാഷ് ചെയ്യാം. അപ്പോൾ ഇത് അടുത്തത് വരുന്നു, അതിൻ്റെ ബ്ലൂ. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അത് ബ്ലാക്ക് എന്ന് എഴുതണം, താഴെ ഇത് ബ്ലൂ എന്ന് എഴുതണം. കാരണം സ്ക്രീൻഷോട്ടിൽ ക്ലിയർ ആവില്ല, ബ്ലൂവും ബ്ലാക്കും മാറാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ കാന്ത കോട്ടണിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞു പോയ മെറ്റീരിയൽസ് അതൊക്കെ നമുക്ക് എത്തൂട്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും വറീഡ് ആവേണ്ട. റീഫണ്ട് വേണ്ടവർ ചോദിച്ച് വാങ്ങിക്കോളൂ. അത് ചില കളേഴ്സ് മെറൂണൊക്കെ കഴിഞ്ഞു പോയിരുന്നു പെട്ടെന്ന്. റീഫണ്ട് ചെയ്യേണ്ടവർ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഇടയ്ക്ക്, അല്ലെങ്കിൽ കസ്റ്റമർ കെയർക്ക് ഒന്ന് വിളിച്ചാൽ മതി. കാരണം ഇവരിങ്ങനെ മെസ്സേജ് നോക്കി വരുമ്പോൾ ചിലപ്പോൾ നമ്പേഴ്സ് ചിലപ്പോൾ വിട്ടുപോകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അല്ലാത്തവർക്ക് വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യുക, അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മെറ്റീരിയൽ 160, 150 അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വെറൈറ്റി കളക്ഷൻസ് ഓരോന്ന് വരുന്നതനുസരിച്ച് വീഡിയോ ചെയ്യാം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ഇടയിൽ അന്ന് ഞാൻ പറയാൻ പറഞ്ഞത് SSLC പരീക്ഷയായില്ലേ, അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറയേണ്ടായിരുന്നു. എക്സാം തുടങ്ങി, എന്നാലും നന്നായി പഠിച്ച് മിടുക്കരാവുക. അങ്ങനെ അപ്പോൾ നമുക്ക് വീണ്ടും അധികം വൈകാതെ വെറൈറ്റി കളക്ഷൻസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.